മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലെ പടയണിക്കാവുകളിൽ വളരെ പഴക്കമുള്ളതും പ്രസിദ്ധവുമായ വലഞ്ചുഴി പടയണി 8, 9, 10 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു. വലഞ്ചുഴി ദേവസ്വം കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ വലഞ്ചുഴി പൈതൃക കലാസമിതിയും നാരങ്ങാനം പൈതൃക കലാകളരിയും ചേർന്നാണ് വലഞ്ചുഴി പടയണി നടത്തുന്നത്. പടയണിയുടെ 1-ാം ദിവസം 8-ന് രാത്രി 8 മണി മുതൽ കോലമെഴുന്നള്ളത്ത് സ്വീകരണം നടക്കും. തുടർന്ന് വലഞ്ചുഴി പടയണി പുരസ്കാരം നാരങ്ങാനം TS രാധാകൃഷ്ണൻ നായർക്ക് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA നൽകും. ഫോക്ലോർ അക്കാദമി യുവപ്രതിഭാ പുരസ്കാര ജേതാവ് മനു മോഹൻദാസിനെ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ മാസം 8, 9, 10 തീയതികളിൽ 3 ദിവസമായി വലഞ്ചുഴി ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന പടയണി മഹോത്സവം നടക്കുകയാണ്. ഈ വർഷത്തെ പടയണി മഹോത്സവത്തിൽ പടയണി കലാകാരന്മാരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്രാവശ്യം നാരങ്ങാനം പൈതൃക കലാസമിതി കളരിയുടെ TS രാധാകൃഷ്ണൻ നായർ അവർക്ക് നമ്മൾ ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. അത് കോന്നി MLA ശ്രീ ജനീഷ് കുമാർ അവരുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ നേരത്തെയൊക്കെ അറിഞ്ഞാണ് മനു മോഹൻദാസിന് ഒരു കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ അവരുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. ഇങ്ങനെ 2 ചടങ്ങുകളാണ് ഈ വർഷം പടയണിയോടനുബന്ധിച്ച് 8-ാം തീയതി രാത്രി, 9-ാം തീയതി, 10-ാം തീയതി 2 ദിവസങ്ങളായി ക്ഷേത്രത്തിലെ വിവിധ കരകളിൽ നിന്ന് വരുന്ന കോലങ്ങളുടെ ഉള്ളൊരു അതുപോലെ തന്നെ പടയണിയും 2 ദിവസമായി നടക്കുന്നു. അങ്ങനെ 3 ദിവസത്തെ പരിപാടിയാണ് ഈ വർഷം പടയണിയോടനുബന്ധിച്ച് നടക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും മൈലപ്ര പ്രമാടം പഞ്ചായത്തുകളും ചേർന്ന 14 കരകളിലെ ഭക്തരുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് വലഞ്ചുഴി പടയണി നടക്കുന്നത്. ജില്ലയിലെ പ്രഗത്ഭരായ പടയണി കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ട് അനുഗ്രഹീതമാണ് വലഞ്ചുഴി പടയണിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ വലഞ്ചുഴി ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് D അശോക് കുമാർ, സെക്രട്ടറി മനു മോഹൻദാസ്, K അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.